Dear students, today's class discusses about partly agricultural income. എന്താണ് partly agricultural income എന്ന് പറഞ്ഞാൽ? There are certain income which consists of both agricultural income and non-agricultural income. Such incomes are generally termed as partly agricultural income. അപ്പോൾ partly agricultural income എന്ന് പറയുമ്പോൾ partly non-agricultural income കൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകം അല്ലെ പാർട്ട്ലി നോൺ അഗ്രികൾച്ചറൽ ഇൻകം വരുന്ന ആ തരത്തിലുള്ള ഇൻകത്തിൻ്റെ കേസിൽ വി ഹാവ് ടു സെഗ്രിഗേറ്റ് ദി അഗ്രികൾച്ചറൽ ഇൻകം ആൻഡ് നോൺ അഗ്രികൾച്ചറൽ ഇൻകം. എത്രത്തോളമാണ് അഗ്രികൾച്ചറൽ ഇൻകം വരുന്നത്, നോൺ അഗ്രികൾച്ചറൽ ഇൻകം എത്രയാണ് എന്ന് പ്രത്യേകം കണ്ടുപിടിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ പഠിച്ചു അഗ്രികൾച്ചറൽ ഇൻകം ഈസ് എക്സംപ്റ്റഡ് ഫ്രം ഇൻകം ടാക്സ്. ഓക്കെ, ഇപ്പോൾ നോൺ അഗ്രികൾച്ചറൽ ഇൻകം ടാക്സബിൾ ആണ് താനും. അപ്പോൾ ടാക്സബിൾ ആയിട്ട് വരുന്ന നോൺ അഗ്രികൾച്ചറൽ ഇൻകം എത്രയാണെന്നും എക്സംപ്റ്റഡ് ആയി വരുന്ന ആ അഗ്രികൾച്ചറൽ ഇൻകം എത്രയാണ് എന്നും പ്രത്യേകം കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം ഡിസ്കസ് ചെയ്യുന്നത്. ഒരു പ്രധാനപ്പെട്ട പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നതാണ് പ്രോഫിറ്റ്സ് ഓഫ് ഷുഗർ ഫാക്ടറി. പ്രോഫിറ്റ്സ് ഓഫ് ഷുഗർ ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഷുഗർ ഫാക്ടറിയുടെ പ്രോഫിറ്റ് എന്ന് പറയുമ്പം ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സാണ്. ആ ബിസിനസ് ആക്ടിവിറ്റിയിലൂടെ കിട്ടുന്ന പ്രോഫിറ്റാണ് എന്ന് പറയുമ്പോൾ ബിസിനസ് ഇൻകം വരുന്നുണ്ട്. പക്ഷേ ഈ ഷുഗർ ഫാക്ടറി തന്നെ ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഷുഗർ കെയിൻ ഉണ്ടല്ലോ, കരിമ്പ്, ആ ഷുഗർ കമ്പനിയുടെ സ്വന്തം ഫാമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാകാം, വളർത്തുന്നുണ്ടാവാം, കൃഷി ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ കരിമ്പ് കൃഷി ചെയ്യുക എന്നുള്ളത് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ അഗ്രികൾച്ചറൽ ഇൻകം കൂടെ വരുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകമാണ്. അപ്പോൾ അഗ്രികൾച്ചറൽ ഇൻകം എത്രയാണ്, നോൺ അഗ്രികൾച്ചറൽ ഇൻകം എത്രയാണെന്ന് പ്രത്യേകം നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇവിടെ ഈ ഷുഗർ ഫാക്ടറിയായി ബന്ധപ്പെട്ട് ഉള്ള ഇൻകത്തിൽ അഗ്രികൾച്ചറൽ ഇൻകം കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയാണ്. അഗ്രികൾച്ചറൽ ഇൻകം ഈസ് ഈക്വൽ ടു മാർക്കറ്റ് വാല്യൂ ഓഫ് ഷുഗർ കെയിൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ഓൺ ഫാം മൈനസ് കോസ്റ്റ് ഓഫ് ഷുഗർ കെയിൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ഓൺ ഫാം. സ്വന്തം ഫാമിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഷുഗർ കെയിനിൻ്റെ മാർക്കറ്റിലുള്ള വാല്യൂ, മാർക്കറ്റ് വാല്യൂ എത്രയാണ്, മാർക്കറ്റ് റേറ്റ് ഉപയോഗിച്ച് സ്വന്തം ഫാമിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഷുഗർ കെയിനിൻ്റെ മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. അതിൽ നിന്ന് ആ ഷുഗർ കെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമുക്ക് വന്നിട്ടുള്ള കമ്പനിക്ക് വന്നിട്ടുള്ള കോസ്റ്റ് സബ്ട്രാക്റ്റ് ചെയ്യുക. അങ്ങനെ അത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആ ഇൻകം അഗ്രികൾച്ചറൽ ഇൻകമാണ്. ഇപ്പോൾ മാർക്കറ്റ് വാല്യൂവിൽ നിന്ന് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞ് കിട്ടുന്ന നെറ്റ് എമൗണ്ട് അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാക്കും. ഓക്കെ, അപ്പോൾ ഷുഗർ ഫാക്ടറിയുടെ മൊത്തം പ്രോഫിറ്റിൽ അഗ്രികൾച്ചറൽ ഇൻകം എത്രയാണെന്ന് മനസ്സിലായല്ലോ. ആ അഗ്രികൾച്ചറൽ ഇൻകം മൊത്തം പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രോഫിറ്റ് എന്താണ്, നോൺ അഗ്രികൾച്ചറൽ ഇൻകമാണ്. അല്ലെങ്കിൽ ബിസിനസ്സിലൂടെ, ഷുഗർ ഫാക്ടറി ബിസിനസ്സാണല്ലോ, ആ ബിസിനസ്സിലൂടെ കിട്ടുന്ന ഇൻകം എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇതാണ് ഈ അഗ്രികൾച്ചറൽ ഇൻകവും നോൺ അഗ്രികൾച്ചറൽ ഇൻകവും കണ്ടുപിടിക്കാനുള്ള ഒരു രീതി. ഏത് കേസിൽ? ഷുഗർ ഫാക്ടറിയുടെ കേസിൽ. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. എ ഷുഗർ ഫാക്ടറി പ്രോസസ്ഡ് 20,000 quintals of sugar cane during the previous year, out of which 5,000 quintals of sugar cane was produced in its own farm at a cost of rupees 1,14,000. Sugarcane are produced in the farm is not sufficient to meet the requirements of the mill, and hence they also bought 15,000 quintals of sugarcane at the rate of rupees 45 directly from the market. During the previous year 2021, the factory made a total profit of rupees 1,75,000. You are required to determine the agricultural and non-agricultural income separately. അപ്പോൾ ഈ ഷുഗർ ഫാക്ടറിയുടെ ടോട്ടൽ പ്രോഫിറ്റ് ഈ പ്രീവിയസ് ഇയറിൽ 1,75,000 ആണ്. ഈ 1,75,000 എത്രത്തോളം അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാം, എത്രയാണ് നോൺ അഗ്രികൾച്ചറൽ ഇൻകം വരിക എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം നോക്കൂ, ഈ ക്വസ്റ്റ്യനിൽ പറയുന്നു പ്രീവിയസ് ഇയറിൽ 20,000 quintals ഓഫ് ഷുഗർ കെയിൻ ആണ് ഈ ഷുഗർ ഫാക്ടറി പ്രോസസ്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ,
അതിൽ 5,000 സ്വന്തം ഫാമിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഷുഗർ കെയിനും ബാലൻസ് 15,000 മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നു. മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന 45 രൂപ പെർ ക്വിൻ്റലാണ് അറ്റ് ദി റേറ്റ് ഓഫ് 45. അപ്പോൾ ഒരു ക്വിൻ്റലിന് 45 രൂപ തോതിലാണ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്ക് അഗ്രികൾച്ചറൽ ഇൻകം കാണാനുള്ള ഫോർമുല എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? മാർക്കറ്റ് വാല്യൂ ഓഫ് ഷുഗർ കെയിൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ഓൺ ഫാം മൈനസ് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ഷുഗർ കെയിൻ ഇൻ ഓൺ ഫാം എന്നാണ്. അപ്പോൾ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷുഗർ കെയിൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ഓൺ ഫാം എന്ന് പറഞ്ഞാൽ ഓൺ ഫാമിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 5,000 ക്വിൻ്റൽസ് ആണ്. അതിൻ്റെ മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 45 ആണ്. അപ്പോൾ 5,000 ക്വിൻ്റൽസ് ഇൻറ്റു 45 റുപ്പീസ് 2,25,000 വരും. ഈ 5,000 ക്വിൻ്റൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വന്നിട്ടുള്ള കോസ്റ്റ് 1,14,000 ആണല്ലോ. അത് സബ്ട്രാക്ട് ചെയ്താൽ 1,11,000 കിട്ടും. ഇതാണ് അഗ്രികൾച്ചറൽ ഇൻകം. അപ്പോൾ അഗ്രികൾച്ചറൽ ഇൻകം 1,11,000 ആണെന്ന് മനസ്സിലായാൽ മൊത്തം പ്രോഫിറ്റ് എത്രയായിരുന്നു? 1,75,000 ആണ്. അപ്പോൾ 1,75,000-ൽ 1,11,000 അഗ്രികൾച്ചറൽ ഇൻകം ആണ് എന്ന് മനസ്സിലായി. അപ്പോൾ അതും കഴിച്ച് ബാക്കിയുള്ള 64,000 ആണ് നോൺ അഗ്രികൾച്ചറൽ ഇൻകം അല്ലെങ്കിൽ ബിസിനസ് ഇൻകം. ക്ലിയർ? യെസ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ഷുഗർ ഫാക്ടറി ക്രഷ്ഡ് 41,000 ക്വിൻ്റൽസ് ഓഫ് sugarcane during the previous year, out of which 6,000 quintals of cane was produced in its own farm at a cost of rupees 13,20,000. The remaining cane was purchased from the market at the following rates. എങ്ങനെയൊക്കെയാണ് വാങ്ങിക്കുന്നത് നോക്കൂ. ഇവിടെ 41,000 ക്വിൻ്റൽസ് ആണ് ഷുഗർ ഫാക്ടറി പ്രോസസ്സ് ചെയ്യുന്നത്. 6,000 സ്വന്തം ഫാക്ടറിയിലെ സ്വന്തം ഫാമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബാക്കി എത്ര? 35,000 ക്വിൻ്റൽസ്. ആ 35,000 ക്വിൻ്റൽസ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണ്. മാർക്കറ്റിൽ നിന്ന് വ്യത്യസ്ത റേറ്റുകളിലാണ് വാങ്ങിക്കുന്നത്. 20,000 279, 5,000 ക്വിൻ്റൽസ് 282 റേറ്റിലാണ്, 10,000 ക്വിൻ്റൽസ് 288 റേറ്റിലാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തം ഫാമിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 6,000 ക്വിൻ്റൽസിൻ്റെ മാർക്കറ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ഈ റേറ്റിൽ ഏത് റേറ്റിലാണ് നമ്മൾ ഈ 6,000-ൻ്റെ വാല്യൂ മാർക്കറ്റ് വാല്യൂ കാണേണ്ടത്? ഇങ്ങനെയാവുന്ന സമയത്ത് നമ്മൾ ആവറേജ് എടുക്കണം. ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 റേറ്റിൻ്റെ സിമ്പിൾ ആവറേജ് എടുത്താൽ പോരാ. എത്രയാണ് മൊത്തം വില വരുന്നത് അതിനെ 35,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 20,000 ഇൻറ്റു 279, 20,000 ക്വിൻ്റൽസ് ഇൻറ്റു 279, 55,80,000. ദെൻ 5,000 ക്വിൻ്റൽസ് ഇൻറ്റു 282, 14,10,000. അതുപോലെ 10 lakh ക്വിൻ്റൽസ് ഇൻറ്റു 288, 28,80,000. ടോട്ടൽ 98,70,000 വരും. ഈ 98,70,000 35 ക്വിൻ്റൽസ് ഓഫ് ഷുഗർ കെയിൻ്റെ മാർക്കറ്റ് വാല്യൂ ആണ്. അപ്പോൾ ഒരു ക്വിൻ്റലിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 282 വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വന്തം ഫാമിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 6,000-ൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 6,000 ഇൻറ്റു 282 വരും. 16,92,000 വരും. അതിൽ 6,000 ഷുഗർ കെയിൻ 6,000 ക്വിൻ്റൽസ് ഓഫ് ഷുഗർ കെയിൻ ഓൺ ഫാമിൽ പ്രൊഡ്യൂസ് ചെയ്തതിന് വന്ന കോസ്റ്റ് 13,20,000 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ 3,72,000 കിട്ടും. ഈ 3,72,000 ഈസ് ദി അഗ്രികൾച്ചറൽ ഇൻകം. ഓക്കെ. ഇപ്പോൾ ടോട്ടൽ ഷുഗർ ഫാക്ടറിയുടെ ടോട്ടൽ പ്രോഫിറ്റ് പ്രീവിയസ് ഇയറിൽ 5 lakh ആയിരുന്നല്ലോ. അതിൽ 3,72,000 എന്താണ് അഗ്രികൾച്ചറൽ ഇൻകം. അപ്പം നോൺ അഗ്രികൾച്ചറൽ ഇൻകം 1,28,000 ആയിരിക്കും. അല്ലെങ്കിൽ ബിസിനസ് ഇൻകം 1,28,000 ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഷുഗർ ഫാക്ടറിയായി ബന്ധപ്പെട്ട് ഷുഗർ ഫാക്ടറിയുടെ പ്രോഫിറ്റ് എന്താണ്? പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകമാണ്. ആ പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകത്തിൽ നിന്ന് അഗ്രികൾച്ചറൽ ഇൻകവും നോൺ അഗ്രികൾച്ചറൽ ഇൻകവും സെഗ്രിഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഓക്കെ. മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകമാണ് ഇൻകം ഫ്രം ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ടീ. ടീ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേയില ചെടി വളർത്തണം. അപ്പോൾ അത് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയാണ്. വളർത്തിയ ശേഷം അത് ഉണക്കി പൊടിച്ച് വിൽപ്പന നടത്തി ലാഭം ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരു ബിസിനസ്സിലൂടെയാണ് പ്രോഫിറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ അത് അഗ്രികൾച്ചറൽ ഇൻകവും നോൺ അഗ്രികൾച്ചറൽ ഇൻകവും ചേർന്നിട്ടുള്ളതാണ്.
അങ്ങനെയുള്ള കേസിൽ തേയിലയുടെ കേസിൽ, ടീയുടെ കേസിൽ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് 60% ഓഫ് ദി ഇൻകം ഡിറൈവ്ഡ് ഫ്രം സെയിൽ ഓഫ് ടീ ഗ്രോൺ ആൻഡ് മാനുഫാക്ചേർഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്ത് വിൽപ്പന നടത്തിയിട്ടുള്ള, ഇന്ത്യയിൽ ടീ പ്രൊഡ്യൂസ് ചെയ്ത് വിൽപ്പന നടത്തിയതിലൂടെ കിട്ടുന്ന ഇൻകത്തിൻ്റെ 60% അഗ്രികൾച്ചറൽ ഇൻകവും 40% നോൺ അഗ്രികൾച്ചറൽ ഇൻകമാണ്. ഓക്കെ, അപ്പോൾ ഈ ടീ മാനുഫാക്ചറിങ് സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റിൻ്റെ 60% അഗ്രികൾച്ചറൽ ഇൻകവും 40% നോൺ അഗ്രികൾച്ചറൽ ഇൻകവുമാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കൂ. എ ടീ കമ്പനി മെയ്ഡ് എ പ്രോഫിറ്റ് ഓഫ് 5 lakh during the previous year. The company grows tea plants in its own garden and processes the tea leaves in its own factory. Determine agricultural and business income. അപ്പോൾ 5 lakh ആണ് ഈ ടീ മാനുഫാക്ചറിങ് കമ്പനിയുടെ പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് എങ്കിൽ അതിൻ്റെ 60% അഗ്രികൾച്ചറൽ ഇൻകം. 5 lakhൻ്റെ 60% എന്ന് പറഞ്ഞാൽ 3 lakh. 3 lakh ഈസ് അഗ്രികൾച്ചറൽ ഇൻകം ആൻഡ് ബാലൻസ് 2 lakh, അതായത് 40%. ഓക്കെ, 60 കഴിച്ച് 40%, അത് നോൺ അഗ്രികൾച്ചറൽ ഇൻകം അല്ലെങ്കിൽ ബിസിനസ് ഇൻകമാണ്. 2 lakh വരും. ക്ലിയർ? ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകമാണ് ഇൻകം ഫ്രം ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് കോഫി. ടീയുടെ പോലെ തന്നെ കോഫിയുടേത് എങ്ങനെയാണെന്ന് നോക്കാം. കോഫിയുടേത് ടീയുടെ പോലെ ചെറിയൊരു ഡിഫറൻസ് കാണുന്നുണ്ട്. എന്താണ് ആ ഡിഫറൻസ് എന്ന് നോക്കാം. ഇഫ് ഇൻകം ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി സെയിൽ ഓഫ് കോഫി ഗ്രോൺ ആൻഡ് ക്യൂവേർഡ്. കോഫി നമ്മൾ വളർത്തി കാപ്പി കുരു ഉണക്കി ആ രീതിയിലാണ് നമ്മുടെ ബിസിനസ് എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ബിസിനസ് ഇൻകമാണ്, പക്ഷെ കാപ്പി ചെടി വളർത്തണം, അവിടെ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസും വരുന്നുണ്ട്. അപ്പോൾ പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകമാണ്. അങ്ങനെ ആവുന്ന സമയത്ത്, അതായത് കാപ്പി വളർത്തി ആ കാപ്പി കുരു ഉണക്കി വിൽപ്പന നടത്തി അങ്ങനെ ഉണ്ടാവുന്ന ആ രീതിയിലുള്ള ബിസിനസ്സാണ് എങ്കിൽ ആ ഒരു കേസിൽ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് 75% ഓഫ് ദി ഇൻകം. സ്ഥാപനത്തിൻ്റെ പ്രീവിയസ് ഇയറിലെ മൊത്തം ഇൻകത്തിൻ്റെ 75% അഗ്രികൾച്ചറൽ ഇൻകമാണ്. ബാക്കി 25% നോൺ അഗ്രികൾച്ചറൽ ഇൻകം, അതായത് ബിസിനസ് ഇൻകം. ഓക്കെ, എന്നാൽ ഈ സ്ഥാപനം കാപ്പി ചെടി വളർത്തി ഉണക്കുക മാത്രമല്ല, അതിനുശേഷം അവ റോസ്റ്റ് ചെയ്തിട്ടാണ്, ഫ്ലേവർ ഉപയോഗിച്ച് റോസ്റ്റ് ചെയ്തിട്ടാണ് വിൽപ്പന നടത്തുന്നത് എന്ന് വിചാരിക്കുക. റോസ്റ്റഡ് വിത്ത് ഓർ വിത്തൗട്ട് മിക്സിങ് ഫ്ലേവർ ചേർത്തിട്ടോ ചേർക്കാതെയോ റോസ്റ്റഡ് ആയിട്ടാണ് നമ്മൾ കാപ്പി വിൽപ്പനയൊക്കെ നടത്തുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടെ ബിസിനസ്സിൻ്റെ ആ രീതിയിൽ കുറച്ചുകൂടെ ബിസിനസ് കോമ്പോണൻ്റ് കൂടുകയാണ് ചെയ്യുന്നത്. ആ ബിസിനസ് പ്രോഫിറ്റ് കൂടുതലാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ പറയും അഗ്രികൾച്ചറൽ ഇൻകം. നേരത്തെ പറഞ്ഞ് 75%ഓളം അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ടെന്ന് പറയില്ല. എന്താ ഒരു 60% അഗ്രികൾച്ചറൽ ഇൻകം, 40% നോൺ അഗ്രികൾച്ചറൽ ഇൻകം. അതായത് നമ്മൾ നേരത്തെ ടീയുടെ കേസിൽ പഠിച്ചിട്ടുണ്ടല്ലോ 60-40. ആ 60-40 തന്നെയാണ് കോഫിയുടെ കേസിലും വരിക. എങ്ങനെയാണെങ്കിൽ കോഫി റോസ്റ്റ് ചെയ്തിട്ട് റോസ്റ്റഡ് ആയിട്ട് ആണ് ഈ ബിസിനസ് നടത്തുന്നത് എങ്കിൽ, അല്ലെങ്കിൽ റോസ്റ്റഡ് കോഫിയാണ് നമ്മൾ വിൽപ്പന നടത്തുന്നതെങ്കിൽ, ഇൻകം ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി സെയിൽ ഓഫ് കോഫി ഗ്രോൺ ക്യൂവേർഡ് ആൻഡ് റോസ്റ്റഡ് വിത്ത് ഓർ വിത്തൗട്ട് മിക്സിങ് ഫ്ലേവർ മിക്സ് ചെയ്തോ മിക്സ് ചെയ്യാതെയോ റോസ്റ്റഡ് കോഫിയാണ് നമ്മൾ വിൽക്കുന്നത് എങ്കിൽ അവിടെ ബിസിനസ് മൈൻഡാണ് കാണിക്കുന്നത്. അതുകൊണ്ട് അഗ്രികൾച്ചറൽ ഇൻകം 60% ആകും. ഇങ്ങനെ റോസ്റ്റ് ചെയ്യാതെയാണ് എങ്കിൽ, കാപ്പി വളർത്തി ഉണക്കി അങ്ങനെ വിൽപ്പന നടത്തുകയാണെങ്കിൽ 75%ഓളം അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാക്കി നമുക്ക് എക്സംഷൻ കിട്ടും. ഓക്കെ, ടാക്സ് അടയ്ക്കേണ്ടാത്ത ഇൻകം ഉണ്ടാവും. അഗ്രികൾച്ചറൽ ഇൻകം 75%, ഇവിടെ 60% വരും. ഓക്കെ, നോക്കൂ ഒരു ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ 2020-21, Mr. X earned an income of rupees 10,50,000 from the sale of coffee manufactured and cured by him.
compute his agricultural income and business income. അപ്പോൾ ഇവിടെ കോഫി മാനുഫാക്ചേർഡ് ആൻഡ് ക്യൂവേർഡ് ബൈ ഹിം എന്നാണ് പറയുന്നത്. ഇവിടെ റോസ്റ്റഡ് വിത്ത് ഓർ വിത്തൗട്ട് മിക്സിംഗ് ഫ്ലേവർ എന്ന് പറഞ്ഞിട്ടില്ല, റോസ്റ്റഡ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ കോമ്പോണൻ്റ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് 75% വരും. ഓക്കെ, അഗ്രികൾച്ചറൽ ഇൻകം 7,87,500 ബിസിനസ് ഇൻകം അല്ലെങ്കിൽ നോൺ അഗ്രികൾച്ചറൽ ഇൻകം 2,60,500 വരും. ക്ലിയർ? Then അടുത്ത question, during the previous year 2020-21 Mr. Alex earned an income of rupees 12,60,000 from the sale of coffee grown, cured and roasted by him. അപ്പോൾ ഇവിടെ റോസ്റ്റ് ചെയ്തിട്ടാണ്, റോസ്റ്റഡ് ആയിട്ടാണ് ബിസിനസ് നടത്തുന്നത് അല്ലെങ്കിൽ കോഫി വിൽപ്പനയൊക്കെ നടക്കുന്നത് റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ്. അങ്ങനെയാകുമ്പോൾ അഗ്രികൾച്ചറൽ ഇൻകം നോൺ അഗ്രികൾച്ചറൽ ഇൻകം എങ്ങനെ കണ്ടുപിടിക്കുക? അഗ്രികൾച്ചറൽ പോർഷൻ എത്രയേ ഉണ്ടാകുകയുള്ളൂ? 60% ഉണ്ടാകുകയുള്ളൂ. അപ്പം മൊത്തം ഇൻകത്തിൻ്റെ 12,60,000 60% അഗ്രികൾച്ചറൽ ഇൻകം വരും. അതായത് 7,56,000. ബാക്കി 40% ബിസിനസ് ഇൻകം നോൺ അഗ്രികൾച്ചറൽ ഇൻകം വരും. ക്ലിയർ? ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകമാണ് ഇൻകം ഫ്രം ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് സെൻട്രിഫ്യൂജ്ഡ് ലാറ്റക്സ് ഓർ സെനക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്താൽ മതി, ഇൻകം ഫ്രം ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് റബ്ബറാണ് ഉദ്ദേശിക്കുന്നത്, മരക്കറ ഉപയോഗിച്ചുകൊണ്ടുള്ള. അപ്പോൾ റബ്ബർ ആ ബിസിനസ്സാണ്. അപ്പോൾ റബ്ബർ ഉണ്ടാക്കുക എന്നുള്ളത് ബിസിനസ്സുമാണ്, അതേസമയം റബ്ബർ ട്രീ വളർത്തുക എന്നുള്ള അവിടെ അഗ്രികൾച്ചറൽ ഇൻകവും വരുന്നുണ്ട്. അതായത് അഗ്രികൾച്ചറലും നോൺ അഗ്രികൾച്ചറലും വരുന്നു, അതായത് പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകമാണ്. അങ്ങനെയാവുന്ന സമയത്ത് അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൊത്തം ഇൻകത്തിൻ്റെ 65% അഗ്രികൾച്ചറൽ ഇൻകവും 35% ബിസിനസ് ഇൻകമാണ്. ഓക്കെ, 65% ആണ് അഗ്രികൾച്ചറൽ ഇൻകം, 35% നോൺ അഗ്രികൾച്ചറൽ ഇൻകം അല്ലെങ്കിൽ ബിസിനസ് ഇൻകം ആണ്. ക്ലിയർ? ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ 2020-21 മിസ്റ്റർ മാനോൻ ഏൺഡ് ആൻ ഇൻകം ഓഫ് rupees 8,40,000 from growing and manufacturing rubber from his estate. Compute the portion of agricultural and business income separately. അപ്പോൾ ടോട്ടൽ ഇൻകം 8,40,000 ആണ്. അതിൽ അഗ്രികൾച്ചറൽ ഇൻകം 65% ആണല്ലോ, അപ്പോൾ 5,46,000 വരും. അപ്പോൾ നോൺ അഗ്രികൾച്ചറൽ ഇൻകം അല്ലെങ്കിൽ ബിസിനസ് ഇൻകം 35% ആണ്, 2,94,000 വരും. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നമുക്ക് പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഈ 4 വ്യത്യസ്ത തരത്തിലുള്ള പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകംസ് ആണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഓരോ പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകവുമായി ബന്ധപ്പെട്ട് അഗ്രികൾച്ചറൽ ഇൻകവും നോൺ അഗ്രികൾച്ചറൽ ഇൻകവും എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കിയത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കാം. ഓക്കെ.